ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് പട്ടുപാവാടയും ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എളുപ്പത്തിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമ്മുടെ ഇറക്കത്തിനും കുട്ടികളുടെ ആവശ്യത്തിനുള്ള ഇറക്കത്തിനും അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ആദ്യമേ നമ്മൾ ഇതിപ്പം മെയിൻ ക്ലോത്താണ്, നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് ഇപ്പം മാർക്കിങ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇറക്കത്തിനേക്കാളും ഒരു 2 ഇഞ്ചോളം എക്സ്ട്രാ 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് എക്സ്ട്രാ നമ്മൾ ഇറക്കം നമ്മളൊന്ന് എടുക്കുക. ഇപ്പോൾ 10 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 12.5 അല്ലെങ്കിൽ 13 ഇഞ്ചോളം ഇറക്കം കൊടുക്കുക. പിന്നെ തുണി മടക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് തന്നെ താഴത്തേക്കും വരച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ചിനാണ് ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ കർവ് ചെയ്ത് 1/2 ഇഞ്ചിന് നമ്മൾ നോർമലായിട്ട് ഫ്രണ്ട് സൈഡൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഇതിന് കണക്കാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. അത് അവസാനം നമുക്ക് കൊടുക്കാമെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അങ്ങോട്ട് വെട്ടിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിപ്പം ലൈനിങ് പീസാണ്. ലൈനിങ് പീസ് നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് നെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 2.25 ഇഞ്ചോളം മാക്സിമം വയ്ക്കാം. 2.25 ഇഞ്ച് വെച്ചാൽ നല്ല വിരിവുണ്ടാകും. അപ്പോൾ ഒരു 7-8 വയസ്സുള്ള കുട്ടിയുടെ ഒരു കണക്കിലാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ 2.25 ഇഞ്ചാണ് നെക്കിന് ഇറക്കം, അതായത് വിട്ട് വെച്ചിരിക്കുന്നത്. ഇറക്കം എന്ന് പറയുന്നത് ബാക്കിലൊരു 3.25 താഴത്ത് ഫ്രണ്ടിലേക്കൊരു 4.25 ഇഞ്ചും കണക്കാക്കിയിട്ടാണ് ഇറക്കം വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിപ്പോൾ കൊടുക്കാം. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു കർവ് പോലെ റൗണ്ട് നെക്ക് കൊടുക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് ഇതാണ് ഏകദേശം ഒരു നെക്കിൻ്റെ ഇതെല്ലാം റൗണ്ട് നെക്ക് കൊടുക്കാമെന്നൊരു ഐഡിയ എനിക്ക് പിന്നെ തോന്നി. അപ്പോൾ ആദ്യമേ വരച്ചപ്പോഴത്തേക്കും ഇങ്ങനൊരു നെക്കാണ് ഞാൻ വരച്ചത്. അപ്പോൾ നമ്മുടെ അപ്പോൾ ചെസ്റ്റ് നമ്മൾ അതായത് തുണി മടക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ചെസ്റ്റ് എത്രയാണ്, ഇപ്പോൾ 24 ചെസ്റ്റ് എങ്കിൽ അതിൻ്റെ 4/1 കാണുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മളൊന്ന് കണക്കാക്കുക. എന്നിട്ട് അതനുസരിച്ച് നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതായത് തുണിയൊന്ന് മടക്കിയിടുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് തുണിയിൽ നമുക്ക് ലാഭമുണ്ട്. അപ്പം നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 കാണുക. എന്നിട്ട് ഒരു 2 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ ഒന്ന് കൊടുത്തേക്കാം. എന്നിട്ട് അതനുസരിച്ച് തുണി മടക്കി ഇടുമ്പോഴത്തേക്ക് ഒരുപാട് തുണി വേസ്റ്റേജ് പോവില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ലൈനിങ് ക്ലോത്താണ്. ലൈനിങ് ക്ലോത്തിനേക്കാൾ ഒരു അതായത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയൊരു വിരിവ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനിയിപ്പം നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതാ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മീതേക്ക് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഇത്രയും പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് 2 സൈഡും നെക്കും ആം ഹോളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ക്യാൻവാസ് പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നോർമലായിട്ടുള്ള റൗണ്ട് നെക്കാണ്. അപ്പോൾ അത് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇതും ഒന്ന് 4 ഇഞ്ച് കണക്കാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മറിച്ചിട്ടെടുത്താൽ മതി. നല്ല വശത്തുനിന്നാണ് നമ്മൾ അകത്തേക്കാണ് നമ്മൾ ക്യാൻവാസ് ആയതുകൊണ്ട് നമ്മൾ നല്ല വശത്തുനിന്ന് ഉള്ളിലേക്കാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെയൊക്കെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ 2 നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിങ്ക് കളർ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാവാടയുടെ കളറാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാൻവാസിലും തന്നെ നമ്മൾ ആ ഒരു കളർ കൊടുത്തത്. അപ്പോൾ ആ ക്യാൻവാസ് തന്നെ മറച്ചിട്ടപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ചെറിയ നൂല് വെച്ചിട്ട്, അതായത് നമ്മുടെ പൈപ്പിംഗ് നൂലില്ലേ അത് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് അതിനകത്ത് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഓപ്പണിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ബാക്കിലാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സാധാരണ തന്നെ ഇവിടെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലൗസിന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊന്ന് 2 സൈഡിലും ഒന്ന് അടിച്ചെടുക്കുക. 2 സൈഡിലും അതായത് ഹുക്ക് വയ്ക്കുന്ന പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് പോർഷനും വയ്ക്കുക, സ്ലീവ് വയ്ക്കുക, സൈഡ് ജോയിൻ ചെയ്തെടുക്കുക, അടിവശം മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.